ഹായ് ഓൾ, ഹോപ്പ് യു ആൾ ഡൂയിങ് ഗുഡ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാനെപ്പോഴും എൻ്റെ ഒരു വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണ് ചെയ്യുക അല്ലേ. നിങ്ങളുടെ വിശേഷങ്ങൾ ഞാനങ്ങനെ അധികം ചോദിക്കാറില്ല. അപ്പോൾ എനിക്ക് ഇന്ന് തോന്നി എനിക്ക് നിങ്ങളുടെ വിശേഷങ്ങളും കൂടി ഒന്ന് ചോദിച്ച് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത്. എന്താണ് എൻ്റെ മുമ്പിൽ ഒരു വലിയൊരു ബാഗൊക്കെ ഇരിക്കുന്നതെന്നല്ലേ. എൻ്റെ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതെ, നമ്മൾ ഒരു 10,000 rupees നമ്മൾ ഒരു ഷോപ്പിംഗ് നടത്തി തൊടുപുഴയ്ക്ക് പോയിട്ട്. അപ്പൊ എന്താണ് ഞാൻ ഇവിടെ നിന്ന് തൊടുപുഴ വരെ പോയി ഞാൻ എന്താണ് ഷോപ്പ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണ്ടേ? യെസ്, വെൽക്കം ടു മഹാറാണി ഹാൾ. അതായത് ഇത്രയും വലിയ ബാഗിനകത്ത് ഇത് തൽക്കാലം ഞാൻ ഇങ്ങോട്ട് വയ്ക്കും. യെസ്, ഞാൻ കുറച്ച് കുർത്തി, സ്കോട്ട്സ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അതെ, എന്താണ് രണ്ട് മഞ്ഞ കളറിലിരിക്കുന്നതെന്നല്ലേ. എടുത്ത് വന്നപ്പോഴത്തേക്കും രണ്ട് മഞ്ഞ കളറായിരുന്നു. ഇത് ആക്ച്വലി ഒരു പ്രിന്റഡ് വേർഷനിലുള്ള കോഡ്സ് ആണ് കേട്ടോ. എനിക്ക് മഞ്ഞ കളർ എന്താണെന്ന് അറിയത്തില്ല. ഇത്തവണ പോയപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ കണ്ണിൽ പെട്ടത് മഞ്ഞ കളറാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യം പോയി ഇപ്പം എന്ത് സാധനം എടുത്താലും ഞാൻ പോയി നോക്കുന്നത് ഒരു മഞ്ഞ ഷെയ്ഡായിരുന്നു. അവസാനം ഞാൻ തന്നെ വിചാരിച്ചു എന്തു നോക്കുന്നത് മുഴുവൻ മഞ്ഞ. അപ്പൊ ഞാൻ അവിടെ സെയിൽസ് ഗേൾസിനോട് പറഞ്ഞു എനിക്ക് മഞ്ഞയെ കാണിക്കണ്ട, മഞ്ഞ ഇപ്പൊ ഒരുപാടായി ഞാൻ നോക്കുന്നു, ഇപ്പം എടുത്തേക്കുന്നത് മഞ്ഞയാണ്, അപ്പൊ അതുകൊണ്ട് മഞ്ഞ കാണിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് വേറെ കളേഴ്സ് നോക്കിയത്. ഇതാണ് ഒരു കോഡ് എന്ന് പറയുന്നത്. എനിക്ക് ഈ ഒരു സെറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പ്രിന്റഡ് കോട്ടൺ ആണെന്ന് തോന്നുന്നു. പിന്നെ റീസണബിൾ റേറ്റ് ഒക്കെയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ഈ ഒരു സെറ്റ് എടുത്തത്. കോഡ്സ് ആക്ച്വലി ഞാൻ 2 എണ്ണമേ എടുത്തിട്ടുള്ളൂ. ഇല്ല, കോഡ്സ് ആക്ച്വലി ഞാൻ 2 എണ്ണമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് അതെ, ഒരു 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 പ്ലെയിൻ മഞ്ഞ. ആക്ച്വലി രണ്ടും 2 മഞ്ഞയാണ് കേട്ടോ. അതെന്ന് പറയുന്നത് ഒരു 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 ഭയങ്കര മഞ്ഞ. ഇതെന്ന് പറയുന്നത് ഒരു വേറെ മഞ്ഞ, അതായത് ഒരു ലെമൺ യെല്ലോ പോലെയൊക്കെ തോന്നുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതിന്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിലൊരു മിറർ വർക്ക് ഉണ്ട്. വേറെ ഒന്നുമില്ല, ബോഡി കംപ്ലീറ്റ്ലി പ്ലെയിൻ ആയിട്ടുള്ളതാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് അഫോർഡബിൾ റേറ്റ്സിനാണ് ഈ ഒരു 2 സെറ്റും ഞാൻ മേടിച്ചേക്കുന്നത്. അതായത് ഒരു 700, 800 റേഞ്ചൊക്കെയാണ് ഈ 2 സെറ്റും വരുന്നത് കേട്ടോ. ഒരു പീസ് 700 ഒരെണ്ണം 899 അങ്ങനെ എന്തോ ഒരു റേറ്റിനാണ് വന്നിരിക്കുന്നത്. എല്ലാം ബിലോ 1000 ആണ്. ഞാൻ എടുത്തേക്കുന്ന മിക്ക സാധനങ്ങളും ബിലോ 1000 ആണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറച്ച് ഐറ്റംസ് എനിക്ക് എടുക്കാൻ പറ്റി. പിന്നെ വരുന്ന ഒരു സെറ്റ് എന്ന് പറയുന്നത് ഇതൊരു സൽവാറാണ്. ഞാൻ ഒരുപാട് നാളായിട്ടൊരു സൽവാർ ഇടണം എന്ന് ആഗ്രഹിച്ച് കൊതിച്ച് നടക്കുന്ന ഒരാളാണ് കേട്ടോ. എനിക്കിങ്ങനെ സൽവാർ ഇല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഞാൻ പോയപ്പോൾ ഈ ഒരു പീസ് കണ്ട് ഞാൻ വേഗം പോയത് ഇങ്ങനെ എടുത്തോട്ട് വന്നു. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് പൊതുവെ എനിക്ക് ഫ്ലോറൽ പ്രിന്റഡ് ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് വേറെ കളേഴ്സ് നോക്കിയേ, പക്ഷേ ഇപ്പൊ അതിന്റെ ബ്ലൂവും ഗ്രീനും ഒക്കെ ഇരിപ്പുണ്ടെങ്കിലും ഇതിന്റെ ഒരു ഭംഗി അതിനൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതെടുത്തു. എങ്ങനെ കളറോ എനിക്കിഷ്ടമായത്. അപ്പൊ അതിന്റെ തന്നെ ഫ്രണ്ടിൽ വരുന്ന പാൻസ് ഉണ്ട്. പണ്ടത്തെ പോലത്തെ ഇപ്പൊ കെട്ട് അങ്ങനെയല്ല കേട്ടോ, എലാസ്റ്റിക്കിൽ വരുന്ന സാധനം. അപ്പോ അതുണ്ട്. പിന്നെ അതിന്റെ തന്നെ ഒരു ഷോൾ ഉണ്ട്, നല്ല നൈസ് ഒരു മെറ്റീരിയൽ വന്നിട്ട്. ജസ്റ്റ് അതിന്റെ ആ ബോർഡറിൽ മാത്രം ഈ ഒരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ ഇത് 3ആയിരുന്നു ഞാൻ ഇങ്ങനെ എടുത്തൊരു സാധനം. പിന്നെ എടുത്ത പ്രാവശ്യം ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് പോയി അങ്ങനെ എടുത്തതായിരുന്നില്ല കേട്ടോ. പക്ഷേ എടുത്തെടുത്ത് വന്നപ്പോഴത്തേക്കും അതായത് ഞാൻ ഇത് 3 കുർത്തീസ് എടുത്തു, ഒരു സൽവാർ എടുത്തു, 2 കോഡ്സ് എടുത്തു.
അത് പക്ഷെ ഞാൻ പിന്നീട് വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അങ്ങനെയാണ് ഞാനത് എടുത്തേക്കുന്നത് എന്നുള്ളത്. ഇത് വേറൊരു കുർത്തിയാണ് കേട്ടോ. എനിക്കിത് കുറച്ച് രസമായിട്ട് തോന്നി. കോട്ടൺ ആണേ. അപ്പോൾ ഇട്ടാലൊരു രസമൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് ഞാനങ്ങ് എടുത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനത് ട്രയൽ നോക്കിയത്. അപ്പം കൊള്ളാം കേട്ടോ, ഒരു ഭംഗി ഉണ്ടായിരുന്നു അത് ഇടാനായിട്ട്. അങ്ങനെ ആ ഒരു കുർത്തി. പിന്നെതാ ഇതൊരെണ്ണം. പിന്നെ ഈ ഒരു കുർത്തി എടുത്തു. ഇതിനാണ് കൂട്ടത്തിൽ കുറച്ചും കൂടി കട്ടിയുള്ളത്. ബാക്കി എല്ലാത്തിനും അങ്ങനെ കട്ടിയൊന്നുമില്ല. ഇതിന് കുറച്ച് കട്ടിയുണ്ട്. അങ്ങനെ ഈ ഒരു 3 കുർത്തീസാണ് പിന്നെ വരുന്നത്. സോ എൻ്റെ ഈ കുർത്തി, ഈ ഒരു പാൻസ് വരുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞു. അങ്ങനെ ഒരു 6 പീസായി. എല്ലാം നല്ല അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ. 549 അങ്ങനെ എല്ലാം. ബിലോ 600 ആയിരുന്നു നമ്മുടെ കുർത്തീസ് ഒക്കെ വരുന്നത്. കുഴപ്പമില്ല, നമുക്കത് അഫോർഡബിൾ റേറ്റ് ആണ്. ഇനി വരുന്നത് സാരി. അതായത് ഈ സാരി എന്ന് വെച്ചാൽ ഞാൻ മറ്റേ ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഞാനിത് നിവർത്തിയൊക്കെ നോക്കുന്നത്, ഇതൊന്ന് ജസ്റ്റ് സെറ്റ് ചെയ്ത് നോക്കുന്നത്. എനിക്ക് ഇങ്ങനത്തെ ഒരു ടൈപ്പിലുള്ള സാരി ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് പോയി നോക്കിയതാണ്. നോക്കിയിട്ട് ജസ്റ്റ് നമുക്ക് ഫംഗ്ഷനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സാരിയാണ് കേട്ടോ. ഒരു പിങ്ക് ആൻഡ് ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന ഒരു സാരി. നമുക്ക് ഈ കല്യാണത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. അപ്പൊ അത് എനിക്ക് നല്ലപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൽ കുഞ്ഞായിട്ട് ഈ ഇല പോലത്തെ പ്രിന്റ് വന്നിട്ടുണ്ട്, കാണുന്നില്ലേ? ഇല പോലത്തെ ഒരു പ്രിന്റ് ഒക്കെ വന്നിട്ടുണ്ട്. വിലയും നല്ല കുറവാട്ടോ, 899 ഒക്കെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു സാധനം വാങ്ങിച്ചു. പ്ലെയിൻ ബ്ലൗസാണ്, ഇതേപോലത്തെ തന്നെ വരുന്ന ഒരു ബ്ലൗസാണ്. അപ്പൊ അത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. എനിക്ക് അവിടെ വെച്ചിട്ട് തുറന്ന് നോക്കിയപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പൊ ഈ ഒരു കളർ ഇല്ല എനിക്ക്, ഈ ഒരു പിങ്ക് ഷെയ്ഡിൽ എനിക്ക് ഇതുവരെ ഞാൻ സാരി എടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം എടുത്തത്. അപ്പൊ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ എന്തെങ്കിലും ഒരു ഷൂട്ടോ കാര്യങ്ങളോ അങ്ങനെ ഇച്ചിരി വലിയ എന്തെങ്കിലും ഒരു സാധനം വരുവാണെങ്കിൽ നമുക്കിത് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു സാധനം എടുത്തത്. പിന്നെ വരുന്നത്, പിന്നെ ഞാൻ പോയിട്ടേ 2 ബെഡ്ഷീറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഡബിളാണ് ഞാൻ മേടിച്ചത് കേട്ടോ. അതാണ് 2 പില്ലോ കവറൊക്കെ. ഒരു നോർമൽ കോട്ടൺ ആണെന്ന് തോന്നുന്നു, എനിക്ക് അങ്ങനെ കണ്ടപ്പോഴത്തേക്കും അങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ 2 ഇവിടെയും ഞാൻ ഇത്തവണ എനിക്കൊരു പിങ്കും യെല്ലോയും ഷെയ്ഡ്സ് ആണ് മൊത്തം വന്നേക്കുന്നത്. ഇതിനകത്തും യെല്ലോ ആണ്. അതും അതിന്റെ 2 പില്ലോ കവറൊക്കെ ഇട്ട് ഇതൊക്കെ 549 ഒക്കെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ രാമചന്ദ്രനും ഒക്കെ ഇതേപോലത്തെ റേറ്റ്സിലാണ് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഭയങ്കര കടയൊന്നുമല്ല, നമ്മുടെ ഒരു പ്രൈസ് റേഞ്ചിന്. അതായത് ഇപ്പൊ ഏത് ടൈപ്പ് ആൾക്കാർ വന്നാലും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റംസും ആ ഒരു പ്രൈസ് റേഞ്ചസും ആണ് അവിടെ കംപ്ലീറ്റ് ആയിട്ട് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നോക്കിയെടുക്കണം ആവശ്യമുള്ള സാധനങ്ങൾ. രസമാണ്. ഇത് ആക്ച്വലി ഞാൻ അമ്മയ്ക്ക് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതും ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു. യെസ്, ഇത് അമ്മയ്ക്ക് ഞാൻ വാങ്ങിച്ചതാണ്. ഈ സാരി ബോട്ടിൽ ഗ്രീൻ കളറിൽ കോട്ടൺ സാരി കേട്ടോ. ഇതാണ് അതിന്റെ ബ്ലൗസ് വരുന്നത്. ഇത് എന്താ പറയുന്നത്, ജക്കാർഡ് ബ്ലൗസ് എന്നല്ലേ പറയാം. ആ ബ്ലൗസ് പീസ് അത് പല്ലു വന്നിട്ട് നോർമൽ ഇതാണ് നമ്മുടെ
പല്ലു പോർഷൻ രസമുണ്ടല്ലേ. എനിക്കത് നല്ലതുപോലെ ഇഷ്ടമായി. ഇപ്പം ഞാൻ അമ്മയ്ക്ക് എടുത്താലും ഞാൻ പോയിട്ട് വേറൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യും, അത് വേറെ കാര്യം. എന്നാലും രസമുണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സോ ഇത് അമ്മയുടെ സാരിയാണ്. ഇതൊക്കെ അതുപോലെ മടക്കി വെച്ചില്ലെങ്കിൽ ഒരു രസമില്ല. തുറന്നു കഴിഞ്ഞിട്ടേ നമ്മളിങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ മടക്കി വെച്ച ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതൊക്കെ എന്താ ഇങ്ങനെ കിടക്കുന്നതെന്ന്. ഇതൊക്കെ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം മടക്കി വയ്ക്കാൻ. ഓക്കെ, ആൻഡ് ഈ ഒരു ഇത് ഞാൻ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഞാനത് സെറ്റ് ചെയ്തതിൽ ഒരു സാരി ഒന്നല്ല 2 സാരിയാണ് ഞാൻ എടുക്കാത്തത്. ഒരു റെഡ് ഉണ്ടായിരുന്നില്ല, അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ബ്ലാക്ക് കാണിച്ചപ്പോൾ എനിക്ക് അത്ര രസമായിട്ട് തോന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചില്ല. കുക്കി കുക്കി അപ്പൊ അതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചില്ല. പിന്നെ വേറൊരു ഓറഞ്ചിഷ് ഒരു കളറുള്ള ഒരു സാരിയും കൂടി സെറ്റ് ചെയ്തില്ലേ, അത് ഞാൻ വാങ്ങിച്ചില്ല. കാരണം അത് മടക്കി വെച്ചപ്പോൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നേ. പക്ഷേ എനിക്കത് ഉടുത്ത് നോക്കിയപ്പം എനിക്ക് ആ കളർ സെറ്റ് ആവുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വേണ്ടാന്ന്. അങ്ങനെയാണ് ആ സാരി എടുക്കാത്തത്. ഇതെനിക്കിഷ്ടമായിട്ട്, എനിക്ക് ഈ കളർ ഇല്ല. എനിക്ക് ഇല്ലാത്ത കളേഴ്സ് നോക്കി അങ്ങനെ എടുത്തതാണ്. അപ്പം ഇപ്പം ഷൂട്ടിന് വേണമെങ്കിൽ ഇടാം, അല്ലാതെ ഞാൻ ഷൂട്ടിന് വേണ്ടി പർച്ചേസ് ചെയ്യാൻ പോയതായിരുന്നില്ല. അതുകൊണ്ട് ഒരു പിസ്ത ഗ്രീൻ കളറിൽ ഒരു എംബ്രോയിഡറി വർക്കൊക്കെ വന്നിട്ടുള്ളൊരു സാരി. ഇത്രയുമാണ് നമ്മുടെ 10,000 ഞാൻ ഒപ്പിച്ച ഐറ്റംസ് എന്ന് പറയുന്നത്. കുറേ സാധനങ്ങളൊന്നും ഞാൻ ഒപ്പിച്ചില്ല, പക്ഷെ കഴിഞ്ഞില്ലേ, കഴിഞ്ഞു. കുറേ സാധനം ഞാൻ ഒപ്പിച്ചില്ല, പക്ഷെ ഒപ്പിച്ച ഐറ്റംസ് ഒക്കെ എനിക്ക് വർത്തായിട്ട് എനിക്ക് തോന്നി. ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടമായെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. കുക്കി കൊച്ചൊരു കാര്യം ചെയ്യാൻ സമ്മതിക്കുന്നില്ലെന്ന്. അപ്പോൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഹോപ്പ് യു ആർ ലൈക്ക് ദിസ് വീഡിയോ. സോ നമ്മളിനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എപ്പോഴും ഞാനത് പറയാൻ മറന്നു അല്ലേ. അപ്പോൾ if you like this video, do share, like, comment and subscribe. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ